ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു റൂം മേക്കോറാണ്. റൂം മേക്കോർ എന്ന് പറഞ്ഞാൽ എന്താ അത്ര വലിയ റൂം മേക്കോറൊന്നുമല്ല. ആക്ച്വലി എനിക്ക് റെസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സ്പേസ് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്, നല്ല ക്ലൈമറ്റാണ് ഇന്നിവിടെ. ആണ് നമ്മുടെ റൂം. ഞാൻ റെസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൂം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പുറത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, അപ്പോൾ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റൂമാണിത്. പക്ഷേ ആക്ച്വലി അടച്ചിടാനും പാടില്ല. നമ്മൾ ചെയ്യണ സമയത്ത്, റെസിൻ ചെയ്യണ സമയത്ത് നമ്മൾ എയർ ടൈറ്റ് ആവാനും പാടില്ല. സോ ഈ റൂം ആക്ച്വലി ഇവിടുത്തെ ഒരു സ്റ്റോറേജ് റൂമാണ്. ഇവിടെയാണ് ഞങ്ങൾ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ വെക്കാറ്. പക്ഷെ നമ്മൾ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ പുറത്തെ ബാൽക്കണിയിലോട്ടേക്ക് മാറ്റി പെട്ടിയും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ചെറിയ റൂം അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പാകത്തിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ റെസിൻ്റെ നിലത്തേക്ക് പോകുമ്പോൾ ചീത്തയാവാണ്ടിരിക്കാനുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടണം. കാണാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ റെസിൻ്റെ എല്ലാ സാധനങ്ങളും. ഇതേ നമ്മളിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പരത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യണം, സ്റ്റോറേജ് ബോക്സസിലാക്കണം. കുറേ ഐറ്റംസ് ഉണ്ട്, കണ്ട. സോ നമ്മളിത് ഈ ഡോളർ ട്രീയിൽ പോയിട്ട്, ഡോളറാമേ പോയിട്ട് നമ്മളിത് കുറച്ച് ഇലകളും പൂക്കളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൽ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും കേട്ടോ. സോ ഗൈസ്, നമുക്കിതേ ഒരു സ്റ്റോറേജ് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു ചെറിയ സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് $10 ആണ് നമ്മൾ കൊടുത്തത്. ഇതിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ തീരുമാനിച്ചേക്കാണ്. അപ്പം പുറമേ നിന്ന് കൊണ്ടുവന്ന കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് വൈപ്സ് ഒന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.
നമ്മൾ നമ്മുടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സിങ് ചെയ്യുന്നത് ചെറിയ റൂമാണ്, ചെറിയൊരു സ്പേസേ ഉള്ളൂ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ബേബി ഉള്ള കാരണം കൊണ്ട് നമുക്ക് വീടിനകത്തിരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. പുറത്തിരുന്ന് ചെയ്യാൻ പറ്റില്ല. പുറത്ത് ആക്ച്വലി നല്ലൊരു ബാൽക്കണി സ്പേസ് നമുക്കുണ്ട്. ഞാനത് അവിടെ ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ബാൽക്കണിയിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. മാത്രമല്ല റെസിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊടിപടലങ്ങളൊന്നും പാടില്ല. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നതൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവില്ല അതൊക്കെ. അപ്പം ഞാൻ ഈ ചെറിയ സ്പേസാണ് അത് നമ്മൾ ഒരു ചെറിയൊരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിവിടെ വെച്ചു. ഒരു ചെറിയ റിംഗ് ലൈറ്റ് അത് നമുക്ക് റെസിൻ ചെയ്യുന്ന സമയത്ത് മാത്രം എടുക്കാൻ ഞാൻ വിചാരിച്ചേക്കാണ്. റിംഗ് ലൈറ്റാണ്, കാരണം അതിന് അധികം ഹൈറ്റ് ഇല്ല. പിന്നെ ഇതേ നമ്മുടെ ഇതുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ലൈറ്റ് ഇടും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, നമ്മളിനി അടുത്തത് മുതൽ റെസിൻ ചെയ്യുന്ന വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും. 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.